നമസ്കാരം പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പാഠഭേദത്തിൽ നമ്മളെപ്പോഴും സാമൂഹിക വിഷയങ്ങളെ, ചുറ്റും കാണുന്ന വാർത്തകളെ വേദപുസ്തകത്തിൻ്റെ കണ്ണാടിയിൽ കൂടെ നോക്കിക്കാണുന്ന ഒരു പ്രത്യേക രീതിയാണ് ഉള്ളത്. എൻ്റെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത്, കഴിഞ്ഞ ചില എപ്പിസോഡ് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ബന്ധത്തിൽ ചില പാഠങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചെയ്ത വീഡിയോയുമായിട്ടുള്ള ബന്ധത്തിൽ അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. അതേ സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ 2 വീഡിയോ കൂടെ ചെയ്യുമെന്ന്. ഒന്ന്, വിവാഹത്തെക്കുറിച്ചുള്ള ചില ആശയങ്ങളെക്കുറിച്ചായിരുന്നു. ആ വീഡിയോ ഓൾറെഡി ചെയ്തു. രണ്ടാമത്, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ളതുപോലെ ഒക്കെ ചെയ്യും എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആ ഒരു പുതിയ കാലത്തിൻ്റെ ആശയത്തെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അതിജീവിതമാർ പെരുകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അതിജീവിതകൾ എന്ന് പറയുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടെ ഈ അതിജീവിതകളെ 2 കാറ്റഗറിയിലായിട്ട് തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ചില അതിജീവിതമാർ ഉണ്ട്, അല്ലെങ്കിൽ ചില ഇരകൾ ഉണ്ട്. അവരുടേതല്ലാത്ത കുറ്റത്താൽ ആക്രമിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, കഷ്ടം അനുഭവിച്ച, ശരിക്കും അതിജീവിതമാർ എന്ന് വിളിക്കുവാൻ എല്ലാ തരത്തിലും യോഗ്യത ഉള്ള ചില ആളുകളുണ്ട്. അവരുടെ മുൻപിൽ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരിക്കലും മറക്കുവാൻ ആവാത്ത ഒരു പേരാണ് അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന മുംബൈക്കാരി, ഒരു പഴയ നേഴ്സിൻ്റെ കഥ. ആ അരുണ ഷാൻബാഗ് താൻ വർക്ക് ചെയ്ത ഓഫീസിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർ ആക്രമിക്കപ്പെടുകയാണ് ചെയ്തത്. പലപ്പോഴും ഈ അടുത്ത സമയങ്ങളിൽ ഈ രാത്രിയിൽ ചില പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇവൾ എന്തിനാണ് രാത്രിയിൽ ഇറങ്ങി നടന്നത്? അങ്ങനെയൊന്നും നമുക്ക് ജനറലൈസ് ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ചെയ്ത ആ ഒരു അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന ആ ഒരു നേഴ്സിനെ, അവളോട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വാർഡ് ബോയ് എന്നൊക്കെ പറയും, അങ്ങനെ ഒരു സ്റ്റാഫ് അവളെ ആക്രമിക്കുകയാണ് ചെയ്തത്. ആ ആക്രമണത്തിൽ അവളുടെ സ്പൈനൽ കോഡിനൊക്കെ കേട് സംഭവിച്ചു. ദീർഘവർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കോമ സ്റ്റേജിൽ അതേ ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റ് ആകുവാനാണ് ഇടയായിത്തീർന്നത്. മാറി മാറി വരുന്ന തലമുറകൾ ആ ഒരു നേഴ്സിനെ പരിപാലിച്ചു കൊണ്ടിരുന്നു. അവൾ മരിക്കുന്നിടം വരെ ആ പർട്ടിക്കുലർ ഹോസ്പിറ്റലിലെ നേഴ്സസ് അവളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. ഈ അരുണ ഷാൻബാഗിൻ്റെ കഥ അതിജീവിതകൾക്ക് എപ്പോഴും ഒരു വലിയ എക്സാമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന കഥയാണ്. എന്നാൽ അതിൻ്റെ മറുഭാഗം ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നു. ഈ പുതിയ കാലത്തിൻ്റെ ആശയങ്ങൾ കൊണ്ട്, തെറ്റിദ്ധാരണകൾ കൊണ്ട്, റോങ് ഐഡിയോളജി കൊണ്ട്, തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ തെറ്റായ ധാരണ വെച്ച് പുലർത്തി അങ്ങനെ ജീവിച്ചിട്ട് അതിജീവിതകളായി മാറുന്ന കുറേ പേരെ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നു. അവർ ഇരയാക്കപ്പെടുകയാണ്. അത് അങ്ങനെ ഇരയാക്കപ്പെടാനുള്ള കാരണം അവർ സ്വീകരിച്ച തെറ്റായ ജീവിതശൈലിയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മലയാറ്റൂരിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി, ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി. ആളുകൾ ചോദിച്ചു, അവൾ എന്തിനാണ് രാത്രിയിൽ സുഹൃത്തിൻ്റെ കൂടെ സഞ്ചരിച്ചത്? അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഡ്യൂട്ടിക്ക് പോയ പെൺകുട്ടിയല്ല, തെറ്റായ ഒരു ആശയം, ഒരു ജീവിത ശൈലി വെച്ച് പുലർത്തിയത് കൊണ്ട് ചിലർ ഇരയാക്കപ്പെടുകയാണ്. അത്തരത്തിൽ ഇരയാക്കപ്പെടാൻ സാധ്യതയുള്ളവരോട്, അങ്ങനെ ജീവിതശൈലി നയിക്കുന്നവരോട് സ്നേഹപൂർവ്വം പറയുന്ന ചില വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ആശയങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റായ ആശയങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം പെൺകുട്ടികളൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ പറയുന്ന ആശയമാണ് മൈ ബോഡി മൈ ചോയ്സ്, അല്ലെങ്കിൽ മൈ ബോഡി മൈ റൂൾ. എൻ്റെ ശരീരമാ, എൻ്റെ തീരുമാനമാ, എൻ്റെ നിയമമാ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കും. ചോദിക്കാൻ നിങ്ങളാരെ എന്ന ധ്വനി വരുന്ന ഒരു ഐഡിയോളജി. പല പെൺകുട്ടികളും ഇപ്പോൾ ഈ പുതിയ ആശയങ്ങൾ, സെക്കുലറിസം, ഫെമിനിസം, ഇതിൻ്റെയൊക്കെ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ഉപയോഗിക്കും. പ്രത്യേകിച്ച് അബോർഷനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, എൻ്റെ ശരീരത്തിൽ കുഞ്ഞ് വളരണമോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ്, സമൂഹത്തിൻ്റെ ഇതിലൊന്നും കാര്യമില്ല. എൻ്റെ ശരീരം ആർക്ക് കാഴ്ചവെക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, സമൂഹത്തിൽ ഇതിനൊന്നും വലിയ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല എന്നൊക്കെ പറയുന്ന ഒരു പുതിയ സംസ്കാരം, ഒരു ഫിലോസഫി, ഒരു ആശയം, ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ട് നമ്മുടെ പുതിയ തലമുറയെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ അതിജീവിതകളായി മാറുന്നവർ ഉള്ളപ്പോൾ തന്നെ ഇത്തരം ആശയങ്ങളുടെ
പേരിൽ ജീവിതത്തെ പന്താടി ചൂതാടി ഹോമിക്കുന്ന ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കും അതിജീവിത എന്നാണ് പേരെന്ന് മാത്രം. അത്തരം അതിജീവിതകളോട് സ്നേഹത്തോടു കൂടെ പറയുകയാണ്, ഇത്തരം ഡേഞ്ചറസ് ആശയങ്ങളാണ് ശരിക്കും നിങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞത്. തെറ്റായ ആശയങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, അത് മനസ്സിൽ കയറ്റുമ്പോൾ, അത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ കേട്ട ഒരു വാർത്തയാണ്, ട്രിവാൻഡ്രത്തെ ഒരു സർക്കാർ തിയേറ്ററിൻ്റെ അകത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ചോർന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഈ ചെറുപ്പക്കാരായ ആളുകളുടെ സ്വകാര്യ രംഗങ്ങൾ, ഈ CCTV രംഗങ്ങൾ അത് പുറത്തുവിട്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സ്വകാര്യമാകുന്ന കാര്യങ്ങൾ, തെറ്റായ ജീവിത ശൈലികളൊക്കെ തിയേറ്ററിൽ അവർ ഏറ്റവും ഓപ്പണായിട്ട് തന്നെ അവരവിടെ അതിലൊക്കെ ഇടപെടുമ്പോൾ തന്നെ ഈ CCTV രംഗം പുറത്തു പോയതാണ് പ്രശ്നം. അതായത് ഇവർ ചെയ്ത ആ തിന്മ, ഇവർ ചെയ്ത ആ ഒരു തെറ്റായ കാര്യങ്ങൾ, അതിലല്ല ആളുകളിപ്പോൾ വിമർശിക്കുന്നത്, ഈ CCTV രംഗം എങ്ങനെ പുറത്തുപോയി എന്നുള്ളതിലാണ്. അതിലാണ് ഈ ആളുകൾക്ക് പരാതിയുള്ളത്. എന്ന് പറഞ്ഞാൽ പാപം, തെറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. കാരണം പെൺകുട്ടികൾ തന്നെ ചോദിക്കുന്നു, എൻ്റെ ശരീരമല്ലേ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇരവാദമുയർത്തി അതിജീവിത എന്ന് വിളിക്കപ്പെട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. അല്പം സൂക്ഷിച്ചാൽ, അല്പം ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള പല ദുരന്തങ്ങളും ഒഴിവാക്കുവാൻ പറ്റുമായിരുന്നു. ആ ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ അങ്ങനെ ഒരു ആൺ സുഹൃത്തുമായിട്ട് രാത്രിയിൽ സഞ്ചരിക്കാതെ വീട്ടിലിരുന്നായിരുന്നെങ്കിൽ, ഒരുപക്ഷെ അല്പം ശ്രദ്ധ കൊടുത്തായിരുന്നെങ്കിൽ പല അപകടങ്ങളും അവോയ്ഡ് ചെയ്യുവാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂട്ടി സ്ഥലത്ത് തന്നെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ തടയുവാൻ വേണ്ടി, അതായത് ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സംഘടന എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ആ സ്ഥാപനങ്ങൾ പെൺകുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി അല്പം കൂടെ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് അവരെ സൂക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്താൽ അവോയ്ഡ് ചെയ്യുവാൻ കഴിയുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിലൊക്കെ അപ്പുറമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ ഒരു ചെറിയ സന്ദേശം പറഞ്ഞു തരാം. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാതെ വേദപുസ്തകം പഠിപ്പിക്കുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ റൂൾ എന്ന ആപ്തവാക്യം ഒന്ന് തിരുത്തിയിട്ട് മൈ ബോഡി ഗോഡ്സ് ടെമ്പിൾ, മൈ ബോഡി ഗോഡ്സ് റൂൾ എന്ന് ഒന്ന് ആക്കി മാറ്റിയിരുന്നെങ്കിൽ അതിജീവിതന്മാരുടെ എണ്ണം കുറയുമായിരുന്നു. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിനെ ഡിഫൈൽ ചെയ്യുന്ന, അശുദ്ധമാക്കുന്ന ഒന്നും ചെയ്യുകയില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നെങ്കിൽ എത്രയോ പേർ ഇരയാക്കപ്പെടാതെ സൂക്ഷിക്കപ്പെടാമായിരുന്നു എന്ന് അറിയാതെ ഒന്ന് മോഹിച്ച് പോകുകയാണ്. ഒറ്റ കാര്യം കൂടെ പറയാം. തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യൗവനക്കാർ, വൃദ്ധന്മാർ, മൂത്ത സ്ത്രീകൾ, ഇളയ സ്ത്രീകൾ, അതായത് പെൺകുട്ടികൾ, എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശം പൗലോസ് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നു, അവരെ പഠിപ്പിക്കണം. മൂത്ത സ്ത്രീകൾ, ചെറിയ പെൺകുട്ടികളെ, വൃദ്ധന്മാർ, യൗവനക്കാരെ പറഞ്ഞു പഠിപ്പിക്കണം. എന്ത് പറഞ്ഞു പഠിപ്പിക്കണം? അവിടെ എഴുതിയിരിക്കുന്നു, പെൺകുട്ടികൾ ഭർതൃപ്രിയമാരായി എന്ന് പറഞ്ഞാൽ നല്ല കുടുംബജീവിതം നയിക്കുവാനും ജീവിത സംശുദ്ധി പാലിക്കുവാനും ഇത്തരത്തിലുള്ള ഭ്രാന്തൻ ആശയങ്ങളുടെ പുറകെ പോകാതെ ജീവിക്കുവാനും ഒക്കെ പഠിപ്പിക്കണമെന്ന് വേദപുസ്തകം തീത്തോസ് 2-ാം അധ്യായത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സഭകൾക്ക്, സമൂഹത്തിന്, സമുദായങ്ങൾക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. പുതിയ തലമുറയുടെ അകത്ത് കയറിയിരിക്കുന്ന ഇത്തരം ഭ്രാന്തൻ ആശയങ്ങളെ പുറത്താക്കുവാൻ, അവരെ നന്മയുടെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മൈ ബോഡി ഗോഡ്സ് ടെമ്പിൾ എന്ന ഒരാശയം, ഞാനതിനെ ഒരിക്കലും ഡിഫൈൽ ചെയ്യുകയില്ല. അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, വിവാഹം വരെ ജീവിതത്തിൽ പവിത്രത കാത്തു സൂക്ഷിക്കും എന്നുള്ളത് ഒരു ചലഞ്ചായി ഏറ്റെടുക്കുവാൻ. അമേരിക്കയിലൊക്കെ പ്രോമിസ് കീപ്പേഴ്സ് എന്ന് പറയുന്ന സംഘടനയില്ലേ, അവരുടെയൊക്കെ തീരുമാനം ഇങ്ങനെയാണ്, വിവാഹം വരെ, അത് പുരുഷന്മാരുടെ സംഘടനയാണ്, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ ഡിഫൈൽ ചെയ്യത്തില്ല, ഞങ്ങളുടെ ഭാവി വധുവിന് വേണ്ടി ഞങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കും. സ്ത്രീക്ക് മാത്രമല്ല വെർജിനിറ്റി അല്ലെങ്കിൽ കന്യകത്വമുള്ളത്, പുരുഷനും വെർജിനിറ്റി ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു പ്രോമിസ് കീപ്പേഴ്സിനെ പോലെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമായി കണ്ട് അശുദ്ധിയിലേക്ക് പോകാതെ അതിനെ പരിപാവനമായി സൂക്ഷിച്ചാൽ, ദൈവത്തിൻ്റെ റൂള് നടപ്പാക്കിയാൽ ഒത്തിരി പേർ അതിജീവിതകളാകാതെ രക്ഷപ്പെടുമെന്ന ഒരു ചെറിയ സന്ദേശം നൽകിക്കൊണ്ട് ഈ പാഠഭേദവിയോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.